നമുക്കൊക്കെ ചില സമയം കൈമുട്ട് വേദന അല്ലെങ്കിൽ കാൽമുട്ട് വേദനയൊക്കെ ഭയങ്കരമായിട്ട് വരില്ലേ. അപ്പം അങ്ങനെയൊക്കെയുള്ള സമയത്ത് നമ്മുടെയൊക്കെ മുത്തശ്ശിമാരൊക്കെ പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണ് എന്നിട്ട് അവരൊക്കെ ചെയ്യുന്ന കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കേട്ടോ. അതായത് എരിക്കിൻ്റെ ഇല അറിയാലോ, വേദനയൊക്കെ മാറ്റാൻ വളരെ നല്ല ഒരു ഇതാണ് എരിക്കിൻ്റെ ഇല എന്ന് പറയുന്നത്. അത് എരിക്കിൻ്റെ ഇല നമുക്ക് എണ്ണയിൽ തിളപ്പിച്ചിട്ടാണെങ്കിൽ ആ എണ്ണ നമ്മുടെ എവിടെ വേദന ഉണ്ടാവും അവിടെ ഒന്ന് പുരട്ടിക്കഴിഞ്ഞാൽ നല്ല വേദനയ്ക്ക് ആശ്വാസം ഉണ്ടാവും. മുട്ടുവേദന നീരൊക്കെ ഉണ്ടെങ്കിൽ കുറയാനൊക്കെ ബെറ്ററാണ് ഇല. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കൈമുട്ട് വേദനയൊക്കെ ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ കാലിനൊക്കെ അടിയിലൊക്കെ വേദന ഉണ്ടെങ്കിലൊക്കെ നമുക്കത് മാറ്റാനായിട്ട് ഈ എരിക്കിൻ്റെ ഇല ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇതാക്കി എടുക്കുക, ചതച്ചെടുക്കാം നമുക്ക്. എരിക്കിൻ്റെ ഇല സർവ്വസാധാരണമായി എല്ലായിടത്തും ഗൾഫിൽ പോലും നമുക്ക് എരിക്കിൻ്റെ ഇല ശരിക്കും കിട്ടാറുണ്ട്. അതൊന്ന് ചതച്ചെടുക്കട്ടെ ഞാനിത് ചതച്ചെടുത്തിട്ട് ശരിക്കും അത് ചതച്ചെടുക്കണം കേട്ടോ. എന്നാലേ ഉള്ളൂ. നമ്മൾ മിക്സിയിൽ വേണമെങ്കിൽ അരച്ചെടുക്കാൻ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഭയങ്കര മണം ഇരിക്കുന്നതിന് മിക്സിയിൽ ചാറിന്. അതുകൊണ്ട് അങ്ങനെ ചെയ്യേണ്ട എന്തെങ്കിലും കല്ലിൽ വെച്ച് ചതച്ചെടുക്കുക എന്തെങ്കിലും ചെയ്ത് നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിപ്പോൾ എവിടെയാണോ വേദന അവിടെ നമ്മൾ രാത്രിയൊക്കെ ആകുമ്പോൾ ഒന്ന് കെട്ടി വയ്ക്കുക, രാവിലെ ആകുമ്പോൾ ഇതാക്കി കളയാം കേട്ടോ. അപ്പോൾ അതേ എന്നിട്ട് ചുടുവെള്ളത്തിലൊന്ന് ഇതാക്കുകയാണെങ്കിൽ ഇപ്പം മുട്ടുവേദന അല്ലെങ്കിൽ ഇവിടെയാണോ വിചാരിക്കുക വേദന, ഏത് ജോയിൻറ്റിൻ്റെ എവിടെയാണോ നമുക്ക് വേദന വരുന്നത് ആ ഭാഗത്ത് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഒന്ന് കെട്ടിയിട്ട് കൊടുക്കുക കേട്ടോ. ചിലർക്ക് ഇപ്പോൾ കാലിലാണെങ്കിൽ കാൽപാദത്തിൻ്റെ അടിയിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതുപോലെ രാത്രി കിടക്കാൻ നേരത്ത് നമുക്ക് ഇങ്ങനെ ചെയ്ത് കണ്ടോ നല്ലോണം ഒന്ന് കെട്ടിവെക്കുക. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ നമുക്കിത് ചെയ്യേണ്ടി വരും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ എണ്ണ തന്നെയാണെങ്കിൽ നമുക്കിതിൻ്റെ ഇലയിട്ട് തിളപ്പിച്ച് വെളിച്ചെണ്ണ ഇതിലാണെങ്കിൽ നമുക്ക് ഇട്ട് തിളപ്പിച്ചിട്ട് ആ എണ്ണ തേക്കുന്നത് നമുക്ക് കുറച്ച് ദിവസമൊക്കെ തേക്കേണ്ടി വരുത് ഇങ്ങനത്തെ സംഭവങ്ങൾ. അപ്പോൾ വേദന മാറാൻ ബെസ്റ്റാണ്. ഇരിക്കുന്ന ഇല തേച്ചിട്ട് വേദന മാറി എന്നുള്ളവർ ഇതുവരെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അത് വളരെ നല്ലതാണ്. മുട്ടുവേദനയ്ക്കൊക്കെ നമ്മുടെയൊക്കെ മുത്തശ്ശിമാരൊക്കെ മുട്ടിൽ ഇങ്ങനെ ചതച്ചിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്ക് കുറച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആ വേദന നാച്ചുറലായിട്ട് മാറിക്കിട്ടും. പ്രത്യേകിച്ച് പ്രായമൊക്കെ ആവുന്ന സമയത്തൊക്കെ ഉണ്ടാകുന്നതൊക്കെ ഉണ്ടെങ്കിൽ മാറാൻ ബെസ്റ്റാണ്. അപ്പോൾ എന്തായാലും നിങ്ങളിന്ന് ചെയ്ത് നോക്കാം. താങ്ക്